Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സ് ബെറി കപ്പ് കേക്ക്. മിക്സ് ബെറി കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1.25 കപ്പ് മൈദ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 മുട്ട, 1/2 കപ്പ് മോരാണ്. ഇനി മോരില്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനെഗർ ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് അഥവാ 100 ഗ്രാം മെൽറ്റഡ് ബട്ടർ, 1/2 കപ്പ് ബ്ലൂബെറീസ്, 1/2 കപ്പ് സ്ട്രോബെറി, 2 ടേബിൾ സ്പൂൺ മൈദ. ഈ 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഇതൊന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് ബെറീസ്, ബ്ലൂബെറി, സ്ട്രോബെറി, 2 ടേബിൾ സ്പൂൺ മൈദ വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ ഞാൻ മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇത് 3 അരിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. മുട്ട, വാനില എസൻസ്, മെൽറ്റഡ് ബട്ടർ, മോര്. നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ച ബെറീസ് ആഡ് ചെയ്യാം. നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കപ്പ് കേക്ക് ലൈനറിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇനി 180 ഡിഗ്രീസിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ് കേക്ക്സ് ഇപ്പോൾ നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇത് 180 ഡിഗ്രീസിൽ 25 മിനിറ്റ് എടുത്ത് ബേക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു ഫ്രോസ്റ്റിംഗ് കൊടുക്കാം. വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കപ്പ് കേക്ക് ഒന്ന് ക്രീം ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് വിപ്ഡ് ക്രീം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് 2 കപ്പ് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ഉണ്ട്. 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ്. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് പേടിക്കാനില്ല, പിരിയില്ല. അതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി ഞാനിതിൻ്റെ പകുതി പോർഷൻ എടുത്ത് മാറ്റിയിട്ടൊന്ന് കളർ ചെയ്യാൻ പോവാണ്. നമുക്ക് ഡബിൾ കളറിൽ ക്രീം ചെയ്യാനായിട്ടാണ്. ഇതിലേക്ക് ഞാൻ പിങ്ക് കളർ ജെൽ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിൽ വൈറ്റ് കളറും ഒരു സൈഡിൽ പിങ്ക് കളറും ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പൈപ്പ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കപ്പ് കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.